വെല്ലൂരിൽ നിന്നപ്പോൾ ഞാനായിരുന്നു ഒരു പേഷ്യൻ്റ് അല്ലായിരുന്നത്, ഒരു മെൻ്റൽ പേഷ്യൻ്റ് ഒന്നും അല്ല ഞാൻ. ഐ വോണ്ട് ടു റെഡ്യൂസ് എവറിത്തിങ്. പക്ഷെ ബാക്കി എല്ലാവരും മെൻ്റൽ പേഷ്യൻസ് ആയിരുന്നു, പലതരം പേരുകളിലുള്ള. ഞാൻ ഇവരുടെ ഇത്രയും 13-14 ആൾക്കാരുടെ റൂംസാണ് ചുറ്റും. അപ്പം ഐ വാസ് സീയിങ് ലൈക്ക് എന്ത് ഭഗവാനെ, ലൈക്ക് ഐ വാസ് സീയിങ് കൃഷ്ണ, ലൈക്ക് ഇത് ഇത്രയും പേരിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ. അപ്പോൾ എനിക്ക് അടി കിട്ടാത്തതിൻ്റെ കുഴപ്പമില്ലെന്ന് ഞാൻ വിചാരിക്കും. ബിക്കോസ് എത്ര പേരാണ് ബൈസ്റ്റാൻഡേഴ്സ് എന്ന് കരയുന്നത്, എന്തെല്ലാം അസുഖങ്ങൾ ശരിക്കും ഉള്ളത്. അപ്പം ഞാനൊക്കെ ചുമ്മാ മരുന്നെടുത്ത് കഴിച്ച് അസുഖം ഉണ്ടാക്കി. സോ അവിടെ നിന്നാണ് റിയലൈസേഷൻ വന്നത്, എത്ര സ്ട്രഗിൾ ചെയ്താലും ഇതിന് പുറത്തിറങ്ങണം എന്ന്. ബിക്കോസ് ഐ എം നോട്ട് എ പേഷ്യൻറ്റ്, ഐ മെയ്ഡ് മൈസെൽഫ് എ പേഷ്യൻറ്റ്. തോന്നും പോലെ നടന്ന്. സോ ദെയർ ഐ ടുക്ക് എ ഡിസിഷൻ, നോ മോർ മെഡിസിൻസ്, നോ മോർ ആൽക്കഹോൾ, വേണ്ട, ഇതൊന്നും വേണ്ട. അല്ലാതെ സന്തോഷം കണ്ടെത്താൻ ഒരുപാട് മാർഗങ്ങളുണ്ടെന്നും. ഐ റീഡ്, ഞാൻ വായിക്കും. അമ്മ ഭയങ്കര ഒരു വായനക്കാരി, അപ്പം ഒത്തിരി നോവൽസ് ഉണ്ട്. പിന്നെ എങ്ങനത്തെ കൈൻഡ് ഓഫ് ബുക്സാ വായിക്കുന്നത്? സാധാരണ മലയാളം നോവൽസ്.